600 കുടുംബങ്ങളും അവിടെയുണ്ട്. പക്ഷേ എല്ലാവർക്കും ഇപ്പോൾ ആഹാരത്തിനും എല്ലാത്തിനും ബുദ്ധിമുട്ടാണ്. ഒരു തരത്തിലും അക്കരയ്ക്ക് കൊണ്ടുപോകാനോ എടുക്കാനോ പറ്റുകയില്ല. കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ 18 വെള്ളപ്പൊക്കത്തിന് ഡ്രോപ്പ് വഴിയായിരുന്നു സാധനം കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഡ്രോപ്പ് പോലും കെട്ടാനുള്ള സൗകര്യമില്ല. പാലം പണി നടക്കുന്നു. പക്ഷേ പാലം പണി നേരത്തെ തുടങ്ങുമായിരുന്നെങ്കിൽ ഇപ്പോൾ തീർന്നു. അവിടെ പനിക്കാരും അസുഖക്കാരും ഒക്കെ ഉണ്ട്. അവിടെ ആശുപത്രിയോ ഒന്നുമില്ല. എൻ്റെ അളിയന് അക്കരെ താമസിക്കുന്നുണ്ട്. അവർ വിളിച്ചിട്ട് പോലും ചാർജ് ഇല്ല, കറണ്ടും ഇല്ല എന്നും പറഞ്ഞാണ് നമ്മുടെ പെരുന്തേനരുവി ഡാമിൽ ചെന്ന് ഇപ്പറ കടക്കാൻ. അതും 3 തോട് എടുത്ത് കടത്തി വേണം പോകാൻ. അതുമല്ല ആനശല്യം ഭയങ്കരം. ഇവിടുത്തെ മെമ്പറോ ഇവിടുത്തെ MLA ഇവിടെ ആരും ഇവിടെ ഈ പരിസരത്ത് പോലും വന്നിട്ടില്ല. എങ്ങനെ ഉണ്ടെന്ന് പോലും തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. നമസ്കാരം. കോട്ടയം ജില്ലയുടെ കിഴക്കൻ മലയോര പ്രദേശമായ എരുമേലി, ഇടകടത്തി, അറയാഞ്ഞിലിമൺ നിവാസികൾക്ക് ഓരോ വെള്ളപ്പൊക്കവും ദുരിതകാലം തന്നെയാണ്. ഇവിടെ ഈ അറയാഞ്ഞിലിമൺ കോസ്വേ, പമ്പയാറിന് കുറുകെയുള്ള ഒരു കോസ്വേ ഉണ്ട്. ആ കോസ്വേ പലപ്പോഴും വെള്ളപ്പൊക്കമുണ്ടാകുമ്പോൾ അത് വെള്ളത്തിൽ മുങ്ങിപ്പോകും. അതോടെ ഈ അറയാഞ്ഞിലിമണിൽ താമസിക്കുന്ന 600ഓളം കുടുംബങ്ങളാണ് ദുരിതത്തിലാകുന്നത്. ഇന്നലെ തന്നെ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതാണ്. ഡയാലിസിസ് രോഗിയെ ഇവിടെയുള്ള നാട്ടുകാരും ഫയർഫോഴ്സും പോലീസിൻ്റെയൊക്കെ സഹായത്തോടെ എടുത്തുകൊണ്ട് ചികിത്സയ്ക്കായി കൊണ്ടുപോകുന്നത് നമ്മൾ ആ ദൃശ്യങ്ങളിൽ കണ്ടതാണ്. ഇവിടെ ഈ പമ്പയാറിന് കുറുകെ, പമ്പയാറ്റിൽ ജലനിരപ്പ് ഉയർന്നാൽ ഇപ്പോഴും കോസ്വേ വെള്ളത്തിനടിയിലാകുന്ന ഒരു ദുരിതകാലമാണ്. എന്നാൽ തൊട്ട് സമീപത്തായി തന്നെ പാലം നിർമ്മിക്കുന്നുണ്ട്. പാലത്തിൻ്റെ പണികളൊക്കെ തന്നെ ഇഴഞ്ഞു നീങ്ങുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇവിടെ ഒരു ഈ ആറിനോട് ചേർന്ന ഒരു ഷാപ്പൊക്കെ ഉണ്ട്. അതൊക്കെ വെള്ളത്തിൽ പോയിരുന്നു. ഇന്ന് കഴിഞ്ഞ ദിവസം ഈ കോസ്വേ വെള്ളം ഇറങ്ങിയെങ്കിലും പിന്നീട് വെള്ളം വീണ്ടും കയറുകയായിരുന്നു. ഇപ്പോൾ കോസ്വേ കാണാൻ പോലും കഴിയാത്ത തരത്തിലാണ് വെള്ളപ്പൊക്കമുള്ളത്. ചേട്ടാ, ഇത് കോസ്വേ ഇവിടെ ഉണ്ടായിരുന്നോ? ഇവിടെ ഈ സൈഡ് കോസ്വേ അങ്ങോട്ടുള്ളതാ. ആ നിൽക്കുന്ന ബോർഡ് ഉണ്ടല്ലേ, അവിടെ വരെ കോസ്വേ ഉള്ളതാണ്. അവിടെ ആ അക്കരയിൽ എത്ര കുടുംബങ്ങൾ കാണും? ഏകദേശം 400 കുടുംബത്തിന് മുകളിലുണ്ട്. അവർക്ക് എങ്ങനെയാണ് അവരുടെ ഈ രോഗികളായിട്ടുള്ള ആളുകളൊക്കെ? ഇവിടെ ഉണ്ട്, രോഗികളൊക്കെ ഉണ്ട്. 600 കുടുംബമുണ്ട്. എല്ലാവരും ഇവിടെ നിൽക്കുന്നു. 600 കുടുംബങ്ങളും അവിടെയുണ്ട്. പക്ഷേ എല്ലാവർക്കും ഇപ്പോൾ ആഹാരത്തിനും എല്ലാത്തിനും ബുദ്ധിമുട്ടാണ്. ഒരു തരത്തിലും അക്കരയ്ക്ക് കൊണ്ടുപോകാനോ എടുക്കാനോ പറ്റുകയില്ല. കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ 18 വെള്ളപ്പൊക്കത്തിന് ഇത് ഡ്രോപ്പ് വഴിയായിരുന്നു സാധനം കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഡ്രോപ്പ് പോലും കെട്ടാനുള്ള സൗകര്യമില്ല. പാലം പണി നടക്കുന്നു. പക്ഷേ പാലം പണി നേരത്തെ തുടങ്ങുമായിരുന്നെങ്കിൽ ഇപ്പോൾ തീർന്ന് ആളുകൾക്ക് ബുദ്ധിമുട്ടില്ല. ഇന്നലെ 2 പേരെയാണ് ആശുപത്രി കൊണ്ടുപോയത്. ഇന്നിപ്പം ഒന്ന് ഇവിടെ പുന്നമണി വേവിച്ചേട്ടൻ്റെ മകനും, ഒന്ന് അപ്പു എന്ന് പറയും. അപ്പു അസുഖം കൂടുതലായിട്ട് വേണം അല്ല, മറ്റേ അവർക്ക് അങ്ങനെ അവരെ 2 പേരെ കൊണ്ടുപോയി. ഇനി ആർക്കൊക്കെ എങ്ങനെയാണെന്നുള്ളത് പറയാൻ പറ്റുകയില്ല. അവിടെ പനിക്കാരും അസുഖക്കാരും ഒക്കെ ഉണ്ട്. അവിടെ ആശുപത്രിയോ ഒന്നുമില്ല. ഇന്നലെ ഈ വെള്ളം ഒന്ന് കുറഞ്ഞായിരുന്നല്ലേ? ഇന്നലെ വെള്ളം കുറഞ്ഞായിരുന്നു. ഇന്നലെ കുറഞ്ഞ ഇവിടെ ഈ കോസ് വഴി അക്കരെ കടക്കായിരുന്നു. അതുപോലെ നടന്നു പോകായിരുന്നു. ഒരു 5 മണി 4 മണിയൊക്കെ ആയപ്പോൾ അക്കരെ നിന്ന് ആൾക്കാർ ഇക്കരെ വന്ന് സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടുപോയി. പലപ്പോഴും ഇവിടെ ദുരിതമെന്നാണ് നാട്ടുകാർ തന്നെ പറയുന്നത്. അപ്പോൾ രാവിലെ ഈ വെള്ളത്തിന്റെ നില അറിയാൻ വേണ്ടി വന്ന ആളുകളാണ്. ഇപ്പൊ കോസ്വേ കാണാൻ പറ്റില്ല. ഇല്ലില്ല, ഞങ്ങള് സ്ഥിരമായിട്ട് ഇങ്ങനെ സന്ദർശിക്കുന്നതാ. അല്ലാതെ ഈ അക്കരെ നിൽക്കുന്ന ആളുകളായിട്ട് ബന്ധപ്പെട്ടോ? ബന്ധപ്പെടാൻ ഒരു നിർത്തിയില്ല. പിന്നെ ഫോണിൽ അത്രയേ ഉള്ളൂ, അല്ലാതെ നടക്കുകയില്ല. കറണ്ടില്ലാതെ വന്നുകൊണ്ട് ഫോണിൽ വിളിച്ചാൽ പോലും അവിടെ ഉള്ളവർക്ക് ഒന്നും ചെയ്യാനൊക്കെയല്ല. അത് ഏത് പഞ്ചായത്താണ്? അത് പെരുന്നാട് പഞ്ചായത്ത്. നമ്മൾ നിൽക്കുന്ന പഞ്ചായത്ത് വെച്ചുച്ചിറ. പിന്നെ ഈ പാലത്തിൻ്റെ അപ്പുറേ ഈ കരിങ്കില്ലേ, അതിനപ്പുറേ കോട്ടയം ജില്ല എരുമേലി പഞ്ചായത്ത്. 3 പഞ്ചായത്ത് കൂടുന്നതാണ്. എൻ്റെ ചേട്ടൻ്റെ എൻ്റെ അളിയന് അക്കരെ താമസിക്കുന്നുണ്ട്. അവർ വിളിച്ചിട്ട് പോലും ചാർജ് ഇല്ല, കറണ്ടും ഇല്ല എന്നും പറഞ്ഞാണ് പൂർണ്ണമായിട്ട് ഒറ്റപ്പെട്ട. അതിപ്പോൾ 2-3 ദിവസമായി ഒറ്റപ്പെട്ടിട്ട്. ഇന്നലെ വൈകിട്ട് പാലത്തിൽ നിന്ന് ഇറങ്ങി അത്യാവശ്യക്കാരൊക്കെ കയറി സാധനം മേടിക്കാനൊക്കെ. മെഡിക്കൽ എമർജൻസി എന്തെങ്കിലും ഉണ്ടായാൽ വയ്യാതൊക്കെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അത് കാട്ടിക്കൂടെ പോകണം, കിലോമീറ്റർ ചുമക്കണം ആ രോഗിയെ. അതായത് ഡാമിൽ ചെല്ലണം. നമ്മുടെ പെരുന്തേനരുവി ഡാമിൽ ചെന്ന് ഇപ്പറ കടക്കാനൊക്കെ ഉള്ളൂ. അതും 3 തോട് എടുത്ത് കടത്തി വേണം പോകാൻ. അതുമല്ല ആനശല്യം ഭയങ്കരം. ഇവിടുത്തെ മെമ്പറോ ഇവിടുത്തെ MLA ഇവിടെ ആരും ഇവിടെ ഈ പരിസരത്ത് പോലും വന്നിട്ടില്ല.
ഈ സംഭവങ്ങളെല്ലാം ഉണ്ടായിട്ടും ബ്ലോക്ക് മെമ്പറോ പഞ്ചായത്ത് മെമ്പറോ ഒന്നും ഈ എങ്ങനെ ഉണ്ടെന്ന് പോലും തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. ഇത്രയും 2 ദിവസമായി ഇതുവരെ ഇവിടെ വന്നിട്ടില്ല. ഇവിടെ വെള്ളം കയറിയോ പാലത്തേൽ എങ്ങനെയാണെന്നോ അക്കരക്കാരുടെ എങ്ങനെയാണെന്നോ ഒന്നും. ഷാപ്പിലൊക്കെ വെള്ളം കയറിയോ? ഇതല്ലേ ഷാപ്പ് കയറി ഒരു ഗ്ലാസ് കുടിച്ചു. എല്ലാം ഒന്ന് വൃത്തിയാക്കാൻ തോന്നുന്നു, പിന്നെ വെള്ളം കയറിയല്ലേ? ഇന്നലെ എല്ലാം തേച്ച് കഴുകി എല്ലാം റെഡിയാക്കി സാധനമൊക്കെ പെറുക്കിട്ടാ. അവരില്ലായിരുന്നു. ഇന്ന് രാത്രി ആയപ്പോഴത്തേക്ക് വെള്ളം കയറുന്നുണ്ട്. ഇപ്പോഴും ഞങ്ങളിവിടെ നിൽക്കുമ്പോഴും വെള്ളം കയറുകയാണ്. ഇന്നലെ രാത്രി ശക്തമായ മഴ പെയ്തതിനെ തുടർന്നാണ് വെള്ളം കയറി. നമുക്ക് കാണാം അക്കരെ നിൽക്കുന്ന, ഇങ്ങോട്ട് വരാൻ കഴിയാതെ കുറേ ആളുകൾ നോക്കി അക്കരെ നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഈ കോസ്വേ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയില്ല. ഇന്നലെയൊക്കെ ഈ കോസ്വേ തെളിഞ്ഞ് അതിലൂടെ ആളുകളൊക്കെ നടന്നു വരുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ ഡയാലിസിസ് രോഗിയൊക്കെ ഈ മറുകരയിലേക്ക് കൊണ്ടുവന്നത്. ഇത് തൊട്ട് താഴെയായിട്ട് പാലം നിർമ്മാണം നടക്കുന്നുണ്ട്. എന്നാൽ ആ നിർമ്മാണം പൂർത്തിയായിട്ടില്ല. മന്ദഗതിയിലാണ് പാലം നിർമ്മാണം നടക്കുന്നതെന്നാണ് നാട്ടുകാരൊക്കെ തന്നെ പറയുന്നത്. ഏതായാലും ഓരോ വെള്ളപ്പൊക്കത്തിലും ഈ അറയാഞ്ഞിലിമൺ നിവാസികൾക്ക് ദുരിതം തന്നെയാണ്. ഈ കോസ്വേ ചെറിയൊരു കോസ്വേയാണ്. ആ കോസ്വേ വെള്ളത്തിനടിയിലായി പോകും. അപ്പം അവിടേക്കുള്ള പൂർണ്ണമായിട്ടുള്ള ഗതാഗതം തടസ്സം ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. പമ്പയാറിന് കുറുകെയാണ്, അത് പമ്പയാറിൽ നിന്നും ഏതാണ്ട് 30 കിലോമീറ്റർ താഴെയാണ് ഈ അറയാഞ്ഞിലിമൺ പാലമുള്ളത്. അവിടെയാണ് ഇത്തരത്തിൽ വലിയ ജലനിരപ്പ് ഉയർന്ന് നാട്ടുകാരുടെ ജീവിതം തന്നെ ദുരിതമായി മാറിയിരിക്കുന്നത്. ക്യാമറമാൻ ജിതിനൊപ്പം CR ശ്യാം, മറുനാടൻ മലയാളി, കോട്ടയം.